ഉമ്മാൻ്റെ ഗോൾഡ് മിസ്സായി. അത് ഞാനെടുത്തു എന്നാ പറയുന്നത്. ഞാൻ എടുത്തിട്ട് പോലും കരയത്ത് പോലുള്ള. ഇന്നവരെ പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഫോട്ടോ കണ്ടില്ലേ. ഇന്നവരെ എന്താ പറയാ, ഞാൻ നിരപരാധിയാണെന്ന് എനിക്ക് നിങ്ങളെ ബോധിപ്പിക്കാനും ജനങ്ങളെ ബോധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എനിക്കിന്ന് മരിച്ചേ പറ്റും. ഞാൻ ചെയ്യാത്തൊരു തെറ്റിന് ഞാൻ നിരപരാധിയാണെന്ന് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കോടതിക്ക്, ഒരു പോലീസുകാർക്ക്, ഒരു നാട്ടുകാർക്ക്, ഒരു വീട്ടുകാർക്കോ പറ്റില്ല. ഞാൻ മരിക്കണം. ഞാൻ നിരപരാധിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തു, അല്ലെങ്കിൽ ഒരു കുറിപ്പ് എഴുതി വെച്ചു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ നിരപരാധിയാണ്. എന്നാൽ പക്ഷേ ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. ഇന്ന് നടന്ന സിറ്റുവേഷൻ അതാ. ജസീല എന്ന് പറയുന്നത് 24 വയസ്സ് മാത്രം പ്രായമുള്ള സഹോദരി ആത്മഹത്യ ചെയ്തു. ഒരു യുവതി എന്നൊരു കുഞ്ഞ് അന്ന് പൈതലിനെ പറയാൻ പറ്റുള്ളൂ. ആ പ്രായം 24 വയസ്സ് മാത്രം പ്രായമുള്ളൂ. മരിച്ച് ആത്മഹത്യ ചെയ്ത്. എന്താ കേസാണ് ഏറ്റവും വലിയ രസം. അയൽവാസികളും ബന്ധുവീട്ടിൽ, അതായത് വൈഫിൻ്റെ കുടുംബക്കാരും കൂടി ഒറ്റപ്പെടുത്തി കള്ളിയാക്കി സ്വർണം 9 പവൻ വില, 9 പവൻ്റെ സ്വർണം കട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കള്ളിയാക്കി. ഹസ്ബൻഡുണ്ട്, 2 കുട്ടികളുണ്ടാക്കിയാൽ പോങ്ങൻ. അവനെ വിളിച്ച്, അവിടെ ഉള്ളവൻ വിളിച്ച് പറഞ്ഞു, ദുബായിൽ അവൻ പുറത്താണ്, വിളിച്ച് പറഞ്ഞ് ഇവർക്ക് വേറെ എന്തോ ചുറ്റിക്കളിയുണ്ട്, ഇവർ അവിടെ റൂം എടുത്തു, ഇവിടെ റൂം എടുത്തു എന്ന് പറഞ്ഞപ്പോൾ അത് പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ഇവരെ വീണ്ടും മാനസികമായിട്ട് തകർത്തു ഇതിൻ്റെ മേലിൽ കൂടെ. അതുപോലെ തന്നെ ജനങ്ങളുടെ മുന്നിലും അവിടെ ഇവിടെയും ഈ പറഞ്ഞ അയൽവാസികൾ, ദരിദ്രവാസികൾ, കുറേ ദരിദ്രവാസി, നല്ലവരും കിട്ടില്ല എന്നല്ല, ഇതുപോലെ കുറേ ദരിദ്രവാസികളുണ്ട്. അവരെ കുറ്റപ്പെടുത്തി എല്ലാവരോടും പറഞ്ഞു നടന്നു. ഇവർ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ ഒരേ ഒരു വകുപ്പുള്ളൂ. ഫസ്റ്റ് പോൾ കേസ് കൊടുക്കുക, സ്റ്റേഷനിൽ പോവുക, അവർക്കൊരു കൈത്താങ് കൊടുക്കുക. അവിടെ ചെന്നപ്പോൾ അത് കേൾക്കാൻ പോലും കൂട്ടാക്കാണ്ട് പോലീസുകാർ അവരെ പാടുന്നു. ഇന്ന് കേസെടുത്തു, ഇന്ന് അന്വേഷണം തുടങ്ങി. ഒരുപാട് പേര് അവരുടെ വീടുകളിൽ കയറി വരുന്നുണ്ട് ഇവരെ കാണാൻ വേണ്ടി, ഇവരെ മരിച്ച മയ്യത്ത് കാണാൻ വേണ്ടി മാത്രമായിട്ട് കയറി വരുന്നുണ്ട്. തള്ളി പറഞ്ഞവരെല്ലാവരും ഉണ്ടാവും അവിടെ ആ കൂട്ടത്തിൽ. കാണട്ടെ അല്ലേ. ഒന്നാമത് ഒരാളുടെ എന്താ പറയാ, അവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി അവർക്ക് മരണം തന്നെ കൊടുക്കേണ്ടി വന്നു. എഴുതി വെച്ച് മരണം എഴുതി കൊണ്ടാണ്, അതായത് മരണമൊഴിയായിട്ട് എഴുതി വെച്ചിട്ട് പേപ്പറിൽ എഴുതി വെച്ചു. അതുപോലെ തന്നെ വീഡിയോ ആയിട്ട് അത് പബ്ലിഷ് ചെയ്തു. അപ്പോൾ ആ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. എത്രത്തോളം ആ മാനസികാവസ്ഥ നിങ്ങളുടെ ഒരു മെന്റാലിറ്റിയിൽ എടുത്ത് നോക്ക്. ഇന്ന് ഈ പറഞ്ഞ പോലെ അടുത്ത് എന്തെങ്കിലും ഇതുപോലെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ജനറേഷനെ ഞാൻ കണ്ടിടത്തോളം എല്ലാവരും ആത്മഹത്യയാണ്. അടുത്ത ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അത് പരിഹാരമല്ല, കുറ്റപ്പെടുന്നല്ല. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് അവരെടുക്കുന്നത്? എനിക്ക് മരിച്ചു കളയാം, ആത്മഹത്യ ചെയ്യാം, എനിക്ക് വേണ്ട. സത്യം ഇന്നത്തെ സാഹചര്യം. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അത്രയും അവരങ്ങനെ ഇല്ലാതാക്കിയിട്ടുണ്ടാവും. അവരിന്ന് ആ ഒരു ഡിസിഷൻ അവിടെ എടുക്കണമെന്നുണ്ടെങ്കിൽ അവരെ താങ്ങി പിടിക്കുക ഒരാൾ പോലും താങ്ങേണ്ട ഒരു മരമോറൻ 2 കുട്ടികളെ ഉണ്ടാക്കാൻ മാത്രം താങ്ങിയവൻ. അതിനുശേഷം അവനും കുറ്റപ്പെടുത്തി മരിച്ചു. ഇന്നിപ്പോൾ വാഴ്ത്തിക്കൽ പഠിക്കൊണ്ടിരിക്കുക, വാഴ്ത്താൻ വേണ്ടി കുടുംബത്തിലേക്ക് കയറി വരുന്നു. ഒരുപാട് ജനങ്ങൾ ഇന്ന് അവളെ കാണാൻ വേണ്ടി വരുന്നു, അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വരുന്നു. അവളില്ല, പക്ഷേ അവളുടെ 2 കുട്ടികൾക്കെങ്കിലും നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം അവർക്ക് വേണ്ടി ഇതുപോലെ മാക്സിമം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. കാരണം ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇന്നത്തെ സാഹചര്യത്തിൽ എന്തോരം കേസുകൾ വരുന്നത്, ഇതേപോലെ ഓരോ ആരോപണങ്ങൾ വരുന്നു. അവർ ആത്മഹത്യ ചെയ്യുന്നു, ഇവർ ആത്മഹത്യ ചെയ്യുന്നു. എങ്ങോട്ടാണ് പോകണം? ആരും കൊന്നും കൊലപാതകവും ഇതല്ല, ഇതിപ്പോൾ കൊലപാതകം തന്നെയാണ്. കൊന്നു കളഞ്ഞു എന്ന് പറയാൻ പറ്റുള്ളൂ ആ യുവതിയെ.